ഉണ്ണി, നീ വന്ന നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കണു. എപ്പോഴും ഇങ്ങനെ മുറിയിൽ കയറി വാതടച്ചിരിക്കുക. സമയത്തിന് കുളിയില്ല, ഭക്ഷണമില്ല. എന്താ നിനക്ക് പറ്റിയേ? പറ ഉണ്ണി. എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. നിനക്ക് എന്തുണ്ടായ മോനെ? സുഖമില്ലേ? അമ്മയ്ക്ക് പേടിയാവണു നിന്റെ ഈ മാറ്റം കണ്ടിട്ട്. നീ ആരോടാ ഈ വെറുപ്പ് കാണിക്കണേ? എനിക്ക് ആരോടും വെറുപ്പില്ല, സ്നേഹമില്ല. ഒന്ന് പോകുന്നുണ്ടോ എല്ലാരും? ആരോടും സ്നേഹമില്ലെന്ന് പറഞ്ഞത് സത്യാണോ? ആശിക്കാൻ പാടില്ലാത്ത തന്നെ ആശിച്ചത്. പക്ഷെ എന്നെ മറന്നോളെന്ന് തമ്പുരാൻ പറയണത് കേൾക്കാൻ ഞാനുണ്ടാവില്ല. കൊട്ടാരത്തില് അച്ഛൻ തമ്പുരാനോട് എല്ലാരും പറയണ കേട്ടു, കൊച്ചു തമ്പുരാൻ മയക്കുമരുന്ന് കഴിക്കണുണ്ടല്ലേ. എന്തിനാ ഇങ്ങനെയായേ? എനിക്കറിയില്ല, എന്നോടൊന്നും ചോദിക്കരുത്. പേരെടുത്ത് ഒരു ഡോക്ടറായി വരാൻ കാത്തിരിക്കുകയാണ് തമ്പുരാനും തമ്പുരാട്ടി. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ഒരപേക്ഷയുണ്ട്. ഇനിയും ഞാൻ ഇവിടെ നിന്ന് എനിക്ക് എന്റെ അച്ഛനും അമ്മയും വേദനിപ്പിക്കാനേ കഴിയൂ. ഈ ചീത്ത സ്വഭാവം ഒന്ന് വേണ്ടാന്ന് വെച്ചാ പോരെ? ശ്രമിക്കാഞ്ഞിട്ടല്ല, കഴിയണില്ല. അതിന് എനിക്ക് ഇവിടുന്ന് പോണം. എന്റെ തമ്പുരാൻ എങ്ങോട്ടും പോകരുത്. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ അഭയം പ്രാപിക്കണം. അതിനെനിക്ക് പോയേ പറ്റൂ. നീ അമ്മയും അച്ഛനെയും പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ തിരിച്ചു വരുന്നവരെ ഒരു മകന്റെ സ്നേഹം, മകളുടെ സ്നേഹം ഒക്കെ നീ അവർക്ക് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ മനസ്സിലെയും ചിത്തിരപുരം കൊട്ടാരത്തിലെയും പഴയ മോഹനവർമ്മയായി ഞാൻ തിരിച്ചു വരും. വീണ്ടും മറ്റൊരു കാത്തിരിപ്പ്. കൊച്ചുതമ്പുരാൻ എവിടെയാണെന്ന് അറിയാത്ത ദുഃഖത്തിനൊപ്പം അദ്ദേഹം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ആശ്വാസവും മാത്രം കൂട്ടിന്. രോഹിണിക്കൊരു കത്ത് പോലും മോഹനവർമ്മ അയച്ചില്ലേ? അയച്ചു. ബാംഗ്ലൂരിനടുത്തുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നും ഉടൻ തന്നെ മടങ്ങി വരുമെന്നും എനിക്ക് എഴുതിയിരുന്നു. അതറിഞ്ഞ തമ്പുരാനും തമ്പുരാട്ടിക്കും ആശ്വാസമായി. എന്നിട്ട് പിറ്റേന്ന് തന്നെ തമ്പുരാനും തമ്പുരാട്ടി മോനെ കാണാൻ ബാംഗ്ലൂരിലേക്ക് പോയി. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. 3 ദിവസം മുൻപ് ആരോടും പറയാതെ അവിടുന്ന് പോയത്രേ. കൊച്ചു തമ്പുരാനെ കാണാതെ നിരാശരായി മടങ്ങിയെത്തിയ രാത്രിയിലാണ് തമ്പുരാനും തമ്പുരാട്ടിയും കൊല്ലപ്പെട്ടത്. അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടതറിഞ്ഞിട്ടും വരാത്ത മോഹനവർമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും തിരിച്ചു വരുമെന്നൊക്കെ രോഹിണി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? വരും. എന്റെ കൊച്ചു തമ്പുരാൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്. അത് സത്യമാവാൻ ഞാനും പ്രാർത്ഥിക്കാം. പിന്നെ നിവൃത്തികേട് കൊണ്ട് ഞാനും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, രോഹിണിയുടെ കൊച്ചു തമ്പുരാൻ തിരിച്ചു വരുമ്പോ ഈ കൊട്ടാരത്തിന് നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ ഞാൻ ഒരിക്കലും ഇടവരുത്തില്ല. പോരെ? മരുമോൻ എന്നെയും കാത്തിരിക്കുകയായിരിക്കും അല്ലേ? അമ്മാവനിപ്പോ ഇങ്ങോട്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ആവശ്യം എന്റേതായി പോയില്ലേ? ഒരുപാട് ജോലി തിരക്കുണ്ടല്ലേ, പിന്നെ അല്പം മറവിയും. മറവി ഇദ്ദേഹത്തിന് പണ്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റ ലോ പോയിന്റ്സ് വക്കീലിനിപ്പോ ഓർമ്മയില്ല. എന്നാലേ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. അനന്തരവനെ അനന്ത, അമ്മാവൻ നിന്നോടൊരു കാര്യം പറയാം. ഈ കോടികൾക്കിടയിൽ നിന്നും ഇത്ര ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല, ആർക്കൊരു നഷ്ടവും ഇല്ല. ഛേദമില്ലാത്തവന്റെ മുതൽ ഈ നാണമില്ലാത്തവൻ നക്കുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ, ഇരനക്കിപ്പട്ടിയുടെ ചെറുതക്കിപ്പട്ടിന് പറഞ്ഞവിടെ തന്നെ. ഓ, തിരിച്ചടിച്ചു. അമ്മാവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ലാഭമില്ലാത്തൊരു ബിസിനസിനും ഉറുപ്പ് പണം അറിയാറില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. കേസില്ല വക്കീലായിരുന്ന നിന്നെ ഈ കൊട്ടാരത്തിന് റിസീവർ ആക്കിയത് കുറിപ്പിന് ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. അപ്പോഴേ നീ എന്റെ മകൾക്ക് കൊടുത്ത എല്ലാ പ്രേമലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല തന്ത. സുഗന്ധിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീയാണ് എന്റെ ജീവിതത്തിന്റെ സുഗന്ധം, സുഗന്ധിയില്ലെങ്കിൽ ഈ അനന്തേട്ടൻ ആത്മഹത്യ ചെയ്യും പോലും. നീ എന്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്നത്
ജാളിത കൊണ്ടാണ്. പണവും ഭർത്താവും ഇല്ലാതെ ഈ നാട്ടുകാരുടെ മുമ്പിൽ തലകുണിച്ച് നിൽക്കാൻ എനിക്കും അല്പം ജാളിതയുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു, അതങ്ങ് എത്തിയില്ല. മനഃപൂർവ്വം മറന്നതാണെങ്കിൽ അവ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. അതല്ല ഓർത്തിട്ടും മറന്നതാണെങ്കിൽ എനിക്കും പലതും മറക്കേണ്ടി വരും. വണ്ടി എടുക്കണ. കുന്തം വെള്ളിയോടെ നിൽക്കാതാരെന്താ? അന്തപുരത്തിന്റെ അടിത്തറ അടിയോടെ പിഴുതെടുത്ത് കൊടുത്ത് സുഗന്ധിയെ സ്വന്തമാക്കി സുന്ദരമായി ജീവിക്കുവാനെന്താ? തന്തയ്ക്ക് പറഞ്ഞവനാടാ ഞാൻ. ഇനി ഈ കൊട്ടാരത്തിന്റെ അടുത്തറ തോണ്ടോടാ. ഞാൻ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. അവൻ ആരോടാ കൈകൊണ്ട് സംസാരിച്ചെന്നറിയാവോ? നാരായണക്കുറുപ്പിനോട്. അടങ്ങാൻ പറ്റുമോ എനിക്ക്? ചേട്ടന് ഇത്രയ്ക്ക് കലി കയറാൻ അവൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? വായു നോക്കി നടന്നവനെ പിടിച്ച് രാജാവാക്കി. ഇപ്പൊ രാജാവ് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എടീ, നിന്റെ മകനെ കിരീടം വെച്ചു കൊടുത്തത് ഞാനാണെങ്കിൽ അത് ഉരുവെപ്പിക്കാൻ എനിക്കറിയാം. അവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ക്ഷമിക്കണം. ക്ഷമിക്കണമല്ലേ? എടീ, നിന്റെ നായരി അത്തെ പിന്നെ അവൻ എങ്ങനെയാ വളർന്നോന്ന് നിനക്കറിയാമല്ലോ. എല്ലാം എഴുതി വിട്ട് തൊളിച്ചിട്ടല്ലേ നിന്റെ കെട്ടിയവൻ പോയത്. അതിന് കാരണക്കാരൻ ഏട്ടനും കൂടിയല്ലേ? ഓഹോ, നിന്റെ നാവും ചരിച്ചു തുടങ്ങിയല്ലേ? ചവിട്ടി പുറത്താക്കും ഞാൻ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നാലേ എന്റെ പൊന്നുപങ്ങള് കേട്ടോ, ഇവിടെ കട്ടിലും കസറ ഇല്ലാഞ്ഞിട്ടല്ല ഇതൊക്കെ കൊണ്ട് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. നീ മറന്നു കാണും, നമ്മുടെ അച്ഛൻ അടിമപ്പണി ചെയ്ത് ജീവിതകാലം മുഴുവൻ കൊട്ടാരത്തിൽ ഓച്ചാന ചെയ്യുന്നത്. ഞാനത് മറന്നിട്ടില്ല, മറക്കേയില്ല. നക്കാപ്പിച്ച ശമ്പളവും വാങ്ങി തമ്പുരാക്കന്മാരെ കുറെ സേവിച്ചതല്ലേ? അതിനെ ഊര് തിരിച്ചു പിടിച്ചെന്ന് കരുതിയാ മതി. എന്തൊക്കെ ആയാലും ഒന്നും അറിയാത്ത കുട്ടികളെ വേദനിപ്പിച്ചിട്ട് വേണോ ഏട്ടന്റെ ഈ വാശി? ഇത് വാശിയല്ലടി, തീരുമാനമാ. അഭിപ്രായം വേണ്ട, അനുസരിച്ചാ മതി. എല്ലാരും കേൾക്കാനാ ഞാനീ പറയുന്നത്. അമ്മ എന്തിനാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സുഗന്ധിക്ക് അവിടെ പല ആലോചനകളും വരുന്നുണ്ട്. അതിനെന്താ, വന്നോട്ടെ. അച്ഛനുണ്ടായിരുന്ന കാലം തൊട്ടേ എല്ലാവരും കൂടി പറഞ്ഞുറപ്പിച്ചല്ലേ ഞങ്ങളുടെ ബന്ധം. ഉറപ്പിച്ചതൊക്കെ ശരിയാ, പക്ഷേ ഏട്ടന്റെ മനസ്സിൽ ഇപ്പൊ വേറെന്തോ ഉണ്ടെന്നാ തോന്നുന്നേ. അമ്മാവന്റെ മനസ്സിൽ പലപ്പോഴും പലതല്ലേ. ഒരു IAS-കാരനുമായിട്ട് വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എന്നാര് പറഞ്ഞു? ഏട്ടൻ തന്നെയാ പറഞ്ഞത്. അതിനവള് സമ്മതിച്ചോ? ഏട്ടൻ നിർബന്ധിച്ച അവക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മാവന്റെ സ്വഭാവം നിനക്കറിയാലോ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നിന്റെ ഏട്ടന്റെ തന്നിറം. എന്റെ കുഞ്ഞ് അനുഭവിക്കേണ്ട സ്വത്തുക്കളാ അവൻ ചതിച്ചെടുത്തത്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. മോനെ, വലിയവർക്ക് എപ്പോഴും വലിയവരുമായിട്ടുള്ള ബന്ധത്തിലാ താല്പര്യം. നമ്മൾ ആശിച്ചതാ തെറ്റ്. ഇനി നീ അതോർത്ത് വിഷമിക്കേണ്ട പോലെ വിഷമിക്കണ്ട. കേട്ടതൊക്കെ ശരിയാണോ എന്ന് അറിയാനാ കാണണമെന്ന് പറഞ്ഞത്. അത് നിന്റെ നാവിന്ന് തന്നെ എനിക്കൊന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തു, എന്റെ സമ്മതം പോലും ചോദിക്കാതെ. IAS-കാരനാണെന്ന് കേട്ടപ്പോ നീയെല്ലാം മറന്നുല്ലേ? അനന്തേട്ടനല്ലാതെ മറ്റൊരുത്തിന് എന്റെ കഴുത്തി താലി കിട്ടില്ല എന്ന് ഈ അമ്പലമുറ്റത്ത് വെച്ച് നീ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ലടി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അവസ്ഥ അനന്തേട്ടൊന്ന് ഊഹിച്ചു നോക്കിയേ. അച്ഛന്റെ സ്വഭാവം അനന്തേട്ടൻ അറിയാലോ. ഇപ്പൊ ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ അച്ഛന്റെ സൈഡാ. എന്റെ മനസ്സ് മാത്രം ആരും കാണുന്നില്ല. എന്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു, അതിൽ കിടന്നൊന്നും തന്നെ ആഗ്രഹിക്കരുതെന്ന്. ഒരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പോലെ നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചടി. ഇത്രയും മോഹിപ്പിക്കണമായിരുന്നോ? നിനക്കെങ്കിലും എന്നോട് തുറന്നു പറയായിരുന്നില്ലേ അനന്തേട്ടൻ നിനക്ക് യോജിച്ച ഭർത്താവല്ലെന്ന്? എനിക്കറിയാം അനന്തേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുമെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛനെ ധിക്കരിച്ച് ഈ നിമിഷം നിനക്ക് എന്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ? സുഗന്ധി, അനന്തം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ നിമിഷം വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്റെ കൂടെ പറഞ്ഞയക്കാം. പക്ഷേ നിന്റെ അമ്മാവനെ നിനക്കറിയാലോ. ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ നിങ്ങൾക്ക് കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഈശ്വരൻ വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി.